കോഴിക്കോട് ഏറ്റവും പ്രമുഖനായ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി PM നിയാസ് തോറ്റു എന്ന ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഷബീർ ഒമർ ചേരുന്നു. ഷബീർ, UDF കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരു തിരിച്ചുവരവ് നടത്തുമ്പോൾ പ്രമുഖ സ്ഥാനാർത്ഥി തോൽക്കുകയാണോ? നിഷാദ് അജിൻസ്, തീർച്ചയായും UDF-നെ ഞെട്ടിപ്പിക്കുന്ന തോൽവി, കോൺഗ്രസിനെ ഞെട്ടിപ്പിക്കുന്ന തോൽവി. KPCCയുടെ ജനറൽ സെക്രട്ടറി അവരുടെ സിറ്റിംഗ് സീറ്റിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ പാറാപ്പൊടി വാർഡിൽ തോറ്റിരിക്കുന്നു. അതുമാത്രമല്ല, 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൂടി പ്രധാനമാണ്. അവിടെ അവരുടെ സിറ്റിംഗ് വാർഡിൽ NDA സ്ഥാനാർത്ഥി വിജയിക്കുന്നു. ഹരീഷ് പൊറ്റങ്ങാടിയാണ് UDF-ന്റെ സിറ്റിംഗ് സീറ്റായ പാറാപ്പൊടിയിൽ വിജയിച്ചത്. നമുക്കറിയാം, VM വിനുവിനെ സ്ഥാനാർത്ഥിയാക്കി പിന്നീട് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കേണ്ടി വന്ന ഘട്ടത്തിൽ PM നിയാസിനെ, KPCC ജനറൽ സെക്രട്ടറി PM നിയാസിനെയായിരുന്നു മേയർ സ്ഥാനാർത്ഥിയായി UDF ഉയർത്തിക്കാണിച്ചത്. അദ്ദേഹമാണ് ഇപ്പോൾ തോറ്റിരിക്കുന്നത്. മാത്രമല്ല, 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു എന്നുള്ളതുകൂടി പ്രധാനമാണ്. NDA അപ്രതീക്ഷിത മുന്നേറ്റം നടത്തി എന്ന് പറയാം. കാരണം LDF-ന്റെ സിറ്റിംഗ് സീറ്റ് കൂടി കോഴിക്കോട് കോർപ്പറേഷനിൽ NDA പിടിച്ചെടുത്തിട്ടുണ്ട്. പൊറ്റമ്മൽ വാർഡിൽ കോൺഗ്രസിന് അപ്രതീക്ഷിതമായ തിരിച്ചടി PM നിയാസിന്റെ പരാജയത്തിലുണ്ടായി. NDAക്ക് പരാജയമുണ്ടായി. NDAക്ക് വൻ വിജയമുണ്ടായത് മേയറുടെ സീറ്റിൽ വിജയിച്ചുകൊണ്ടാണ് അവരുടെ മുന്നേറ്റം ഉണ്ടായെന്ന് കാണാം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് അങ്ങേയറ്റം ശ്രദ്ധേയമായിട്ടുള്ള മാറ്റങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. UDF-ന്റെ വലിയ തിരിച്ചുവരവിലേക്ക്. കൊച്ചി കോർപ്പറേഷനിൽ 8 UDF-ന്റെ വിജയം എന്നത് വന്നു കഴിഞ്ഞു. ലിജോ റോളൻസ് കൊല്ലത്ത് നിന്ന്. ലിജോ, അവിചാരിതമായത്, അപ്രതീക്ഷിതമായത് സംഭവിക്കുന്നുണ്ടോ നിങ്ങളുടെ ജില്ലയിൽ? തീർച്ചയായും ഇടതുകോട്ടകൾ ആടി ഉലയുന്ന ഒരു കാഴ്ചയാണ് കൊല്ലം ജില്ലയിലും കാണാൻ സാധിക്കുന്നത്. കൊല്ലത്തെ ശക്തി കേന്ദ്രമായിരുന്നു ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ വരുന്നത് നെക്സ്റ്റ് ടു നെക്സ്റ്റ് ഫൈറ്റ് എന്ന നിലയ്ക്കാണ്. 9-9 എന്ന രീതിയിൽ ലീഡ് ചെയ്തു പോകുന്ന ഒരു അവസ്ഥയാണ്. ആകെ 3 സീറ്റ് മാത്രമായിരുന്നു കഴിഞ്ഞ തവണ 26-ൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ 9 ഇടത്ത് ലീഡ് ചെയ്യുന്നു. പലയിടത്തും വ്യക്തമായ ലീഡോടുകൂടെ, നെടുമ്പന ഉൾപ്പെടെയുള്ളിടത്ത് വ്യക്തമായ ലീഡോടുകൂടെ ലീഡ് ചെയ്യുന്നു. ഇതിനേക്കാളും ഞെട്ടിച്ചെന്ന് പറയുന്നത് കൊല്ലം കോർപ്പറേഷനിലെ കണക്കാണ്. പുറത്തു വന്നത് 11 ഫലങ്ങൾ പുറത്തു വരുമ്പോൾ 7 UDF വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ UDF-ന് ആകെ ഉണ്ടായിരുന്നത് 10 സീറ്റായിരുന്നെങ്കിൽ ഇപ്പോൾ 7 UDF വിജയിച്ചിരിക്കുന്നു. കൊല്ലം ജില്ലയിൽ പോലും അവിചാരിതമായത്, അപ്രതീക്ഷിതമായത്, ആരും പ്രതീക്ഷിക്കാത്ത രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഉരുക്കുകോട്ടകൾ പലതും ഉലയുന്നു എന്നതാണ് ഇപ്പോഴത്തെ കാഴ്ച. അന്തിമ വിധിക്ക് കാത്തിരിക്കണം. RB സനൂപ് വിവരങ്ങളുമായി ചേരുന്നു. സനൂപ്, എന്താണ് മൊത്തത്തിലുള്ള സ്ഥിതി? ജിംസ്, വലിയ മുന്നേറ്റമാണ് UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തുകളിൽ തന്നെയാണ് UDF-ന് വലിയൊരു ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിലെ സ്റ്റാറ്റസ് പ്രകാരം UDF 9 ജില്ലാ പഞ്ചായത്തുകളിൽ ലീഡ് ചെയ്യുകയാണ്. 4 LDF ലീഡ് ചെയ്യുന്നത്. കണക്കിപ്പോൾ മാറിയിട്ടുണ്ട്. UDF 7-ഉം LDF 6-ലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഭരിക്കാനുള്ള ഭൂരിപക്ഷം നോക്കുകയാണെങ്കിൽ 6 ജില്ലാ പഞ്ചായത്തുകൾ ഭരിക്കാനുള്ള ഭൂരിപക്ഷം UDF നേടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ 3 ജില്ലാ പഞ്ചായത്തുകളാണ് UDF ഭരിച്ചിരുന്നെങ്കിൽ ഇത്തവണ 6 ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇപ്പോൾ തന്നെ നേടിയിട്ടുണ്ട്. 7 അവരിപ്പോൾ ലീഡ് ചെയ്യുകയാണ്. ഒരിടത്തെ ഫലം വരാനുണ്ടല്ലോ എപ്പോഴും. ഒന്ന് ഇപ്പോഴും ഫലം വരാനുണ്ട് ടൈ ആയിട്ട് തന്നെ. അതായത് ആർക്കും ഭൂരിപക്ഷമില്ലാത്ത നിലയിൽ ഇപ്പോഴും അതിന്റെ സ്റ്റാറ്റസ് നിലനിൽക്കുകയാണ്. പക്ഷേ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം മാറി മറിയുന്നുണ്ട്. 7-7 എന്ന ലീഡിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ കാര്യത്തിൽ. UDF 7, LDF 7 എന്നുള്ള നിലയിലാണ്. പൊതുചിത്രം UDF-നെ സംബന്ധിച്ച് ആശാവഹമാണ്. UDF-നെ സംബന്ധിച്ച് ആവേശഭരിതമാണ് എന്ന് പറയാം. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ UDF 13 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. LDF 5 മാത്രമാണ് കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ലീഡ് ചെയ്യുന്നത്. വയനാട്ടിൽ UDF 12 ലീഡ് ചെയ്യുന്നു. LDF 4 മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ കഥ എടുത്താലും കോർപ്പറേഷന്റെ കഥ എടുത്താലും ഈ ഗ്രാമപഞ്ചായത്തുകൾ അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആരുടെയും കുത്തകയല്ല എന്ന് തെളിയിക്കുകയാണ് ഇവിടെ UDF എന്ന് തോന്നുന്നു. ഈ നിമിഷത്തിലെ ചിത്രം എടുത്ത് വിവരങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. യൂനിസ് അഹമ്മദ് ചേരുന്നു. യൂനിസ്, മലപ്പുറം UDF-നെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയുള്ള സ്ഥലം തന്നെയാണ്. അവിടെ എന്തെങ്കിലും ഇളക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഹലോ, മലപ്പുറത്തെ സ്ഥിതി എന്താണ് യൂനിസ്? ഹലോ യൂനിസ്, കേൾക്കാമോ? എന്താണ് നിങ്ങളുടെ റിസൾട്ട്? എന്താണ് അവിടെ? യൂണിസിലേക്ക് വരാം. എന്തായാലും നോക്കൂ, UDF-നെ സംബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാര്യത്തിലായാലും ജില്ലാ പഞ്ചായത്തിന്റെ കാര്യത്തിലായാലും കോർപ്പറേഷന്റെ കാര്യത്തിലായാലും എല്ലാം കൊച്ചി കോർപ്പറേഷന്റെ വിജയം ഇതുവരെ വന്നിട്ടുള്ളത് UDF 10, LDF 4, NDA 1 എന്നതാണ്. കോർപ്പറേഷനിലാണോ ഞെട്ടാൻ പോകുന്നത്? ജില്ലാ പഞ്ചായത്തിലാണോ ഞെട്ടാൻ പോകുന്നത്? അതോ ഗ്രാമപഞ്ചായത്തിലടക്കം ഞെട്ടുമോ?
അതായത് LDF തൂത്തുവാരാൻ പോകുന്നു. LDFന്റെ കയ്യിലാണ് തദ്ദേശം. LDFനെ മറികടന്നൊരു മുന്നേറ്റം ആർക്കും സാധ്യമല്ല എന്ന് വിചാരിച്ചെടുത്ത് നിന്ന് സീൻ മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ UDF എന്ന് കാണാം. മലയാളിയുടെ ഒരു രാഷ്ട്രീയ മൂഡ് എന്താണ് എന്ന് പറഞ്ഞ ഒരു ഭരണവിരുദ്ധ വികാരത്തിന്റേതാണോ എന്ന ചോദ്യം പ്രമുഖരായ പല സ്ഥാനാർത്ഥികളും തോറ്റെടുത്ത തെരഞ്ഞെടുപ്പ് കൂടിയാണ്. EM അഗസ്തി കട്ടപ്പനയിൽ തോറ്റു, PM നിയാസ് കോഴിക്കോട് തോറ്റു, കാരാട്ട് ഫൈസൽ തോറ്റു. അങ്ങനെ പല പ്രമുഖ സ്ഥാനാർത്ഥികളും തോറ്റിട്ടുണ്ട്. ഇപ്പോൾ മുഹമ്മദ് അസ്ലം ചേരുന്നു. അസ്ലം, ഫൈസൽ എവിടെയാണ് തോറ്റത്? കൊടുവള്ളിയിൽ LDF നടത്തിയ വിവാദ വ്യവസായി കാരാട്ട് ഫൈസൽ തോറ്റിരിക്കുന്നു. കഴിഞ്ഞ സ്വതന്ത്രമായി നിന്ന് വൻ ഭൂരിപക്ഷം ജയിച്ച കാരാട്ട് ഫൈസൽ ഇപ്പോൾ കൊടുവള്ളി സൗത്ത് മണ്ഡലത്തിൽ നിന്ന് 140 വോട്ടുകൾക്ക് മുസ്ലിം ലീഗിന്റെ PP മൊയ്തീൻകുട്ടിയോട് തോറ്റിരിക്കുന്നു. അതായത് കാരാട്ട് ഫൈസൽ തോറ്റിരിക്കുന്നു. കൊടുവള്ളിയിൽ വലിയ തോതിൽ കാരാട്ട് ഫൈസലിന് ജയിക്കാൻ കഴിഞ്ഞില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF ഭരിക്കുമോ? LDF 20, NDA 16, UDF 11. UDF തിരുവനന്തപുരത്ത് നില മെച്ചപ്പെടുത്തുന്നു എന്നത് ചെറിയ കാര്യമല്ല. ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുക്കുന്നു, ചെറിയ കാര്യമല്ല. ജില്ലാ പഞ്ചായത്തുകളിലും UDFന്റെ ശക്തമായ തിരിച്ചുവരവ് കാണുന്നു. മലപ്പുറത്ത് നിന്ന് യൂനിസ് ആയിരുന്നു. മലപ്പുറത്ത് എന്താണ് സ്ഥിതി? UDFന് പ്രതീക്ഷയുള്ള സ്ഥലമാണ്. ഇളക്കങ്ങളുണ്ടോ അവിടെ? അജിൻസ് നിഷാദ്, മലപ്പുറം UDF തൂത്തുവാരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ള ഒരൊറ്റ മുനിസിപ്പാലിറ്റി മാത്രമാണ് നിലവിൽ LDFന് ലീഡുള്ളത്. അത് പൊന്നാനിയാണ്. ബാക്കിയുള്ള എല്ലാ മുനിസിപ്പാലിറ്റിയും UDFനാണ് ഇപ്പോൾ ലീഡുള്ളത്. പ്രധാനമായി നമുക്ക് പറയാനുള്ളത് പെരിന്തൽമണ്ണാണ്. പെരിന്തൽമണ്ണ 30 വർഷത്തിന് ശേഷം പെരിന്തൽമണ്ണ LDFിൽ നിന്ന് UDF പിടിച്ചെടുക്കുന്നു എന്നുള്ളൊരു കാഴ്ച കാണുന്നു. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലും വലിയ ഭൂരിപക്ഷത്തോടുകൂടി UDF ലീഡ് ചെയ്യുന്നു. അതോടൊപ്പം ഗ്രാമപഞ്ചായത്തിലും വലിയ ലീഡാണ്. വലിയ 48-ലധികം പഞ്ചായത്തുകൾ ഇപ്പോൾ UDF ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. മലപ്പുറം ഒന്നടങ്കം UDF തൂത്തുവാരുന്ന ഒരു സാഹചര്യമാണ് സംഭവിക്കുന്നില്ല. UDFന്റെ തേരോട്ടത്തിന്റെ കാഴ്ചയാണ്. അവിടെ തൂത്തുവാരിയാണ് UDF. വേറെ ചോദ്യമൊന്നും അവിടെ ഇല്ല. വിജിൻ വായന്തോടിനെ വേണം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഭവിക്കുന്ന എന്താണ്? തലസ്ഥാനത്ത് BJPയുടെ മേയർ ഉണ്ടാകുമെന്നായിരുന്നു അവിടെ കോൺഫിഡൻസ്. രാജീവ് ചന്ദ്രശേഖരന്റെ അഭിമാന സ്ഥലമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അവിടെ എന്ത് സംഭവിക്കുന്നു എന്നറിയണം. നിലവിലെ കണക്ക് LDF 20, UDF 11, NDA 16 എന്നതാണ്. ഇനിയിപ്പോ